കോഴിക്കോട് ചേവായൂർ സൂരജ് കൊലപാതകത്തിൽ പ്രതികളുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കാണ് ഫോറൻസിക് പരിശോധന. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, വിശദാംശങ്ങൾ എന്താണ് ഇതിന്റെ? മോത്തി, ചേവായൂർ ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് സൂരജിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതിൽ മനോജിന്റെ മക്കളായ 2 പേർ, അതുപോലെ തന്നെ 8 പേരടക്കം നിലവിൽ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ കുറച്ച് ആളുകൾ ഇപ്പോൾ ബോസ്റ്റർ കാക്കനാട്ടെ ബോസ്റ്റർ സ്കൂളിലാണ് ഇപ്പോഴുള്ളത്. അതിൽ മനോജിനെ ജയിലിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാവാനുള്ള കാരണം എന്ത്, ഇവർ ഏത് രീതിയിലാണ് ഈ കൊലപാതകം പ്ലാൻ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഈ 10 പ്രതികളുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ് പോലീസ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഫോറൻസിക്കിന് പോലീസ് കൈമാറുകയും ചെയ്യും. ഏത് രീതിയിലാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത്, ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട്. നാളെ അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാവും. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. പുറത്തുള്ള മറ്റു പ്രതികളെ ഏത് രീതിയിലാണ് ഇതിൽ പ്രതി ചേർക്കാൻ കഴിയുക എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുകയാണ്. മൂത്തി. ശരി.